സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് നടത്തുന്ന കർശനമായ പരിശോധനയുടെ ഭാഗമായി മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന 84,566 റേഷൻ കാർഡ് ഉടമകളെ പുറത്താക്കി. തുടർച്ചയായി 3 മാസത്തേക്ക് റേഷൻ വിഹിതം കൈപ്പറ്റാത്തതിനെ തുടർന്നാണ് ഈ കാർഡുകൾ നീക്കം ചെയ്തത്. ആലപ്പുഴ ജില്ലയിൽ മാത്രം 7,824 റേഷൻ കാർഡ് ഉടമകളെയാണ് ഇത്തരത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്താക്കിയത്. AAY, PHH, NPS എന്നീ കാർഡ് വിഭാഗങ്ങളെയാണ് ശുദ്ധീകരണം കാര്യമായി ബാധിച്ചത്. പുറത്താക്കപ്പെടുന്നവർക്ക് മതിയായ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തും. നിലവിൽ ഒഴിവാക്കപ്പെട്ടവരുടെ സ്ഥാനത്തേക്ക് അർഹരായ മറ്റു കുടുംബങ്ങളെ മുൻഗണനാ പട്ടികയിലേക്ക് ചേർക്കുന്നതിനുള്ള നടപടികൾ നടന്നു വരികയാണ്. അർഹരായ കുടുംബങ്ങൾക്ക് മാത്രമേ റേഷൻ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2021 മെയ് മുതൽ ഈ ഒരു നയം കർശനമായി തുടരുന്നത്. മുൻഗണന പട്ടികയിൽ തുടരാനുള്ള അയോഗ്യത മാനദണ്ഡങ്ങൾ ഇവയാണ്: 1000 ചതുരശ്ര അടിയിൽ കൂടുതലുള്ള വീട്, പ്രതിമാസം 25,000-ൽ കൂടുതലുള്ള വരുമാനം, സർക്കാർ അർദ്ധ സർക്കാർ ജോലിയുള്ളവർ, പെൻഷൻകാർ, 1 ഏക്കറിൽ കൂടുതലുള്ള ഭൂമി സ്വന്തമായുള്ളവർ, വിദേശത്ത് ജോലിയുള്ള കുടുംബാംഗങ്ങൾ. ഇത്തരം മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റി ക്ലാസിഫൈ ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഇങ്ങനെയുള്ള ചിലർ മുൻഗണനാ വിഭാഗത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഇത്തരം ആളുകളെ കണ്ടെത്തി മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയും ഇപ്പോൾ സർക്കാർ നടത്തി വരികയാണ്. സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നിലവിലെ പരിശോധനകൾ മുമ്പത്തതിനേക്കാൾ കർശനമാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. 84,000-ലധികം റേഷൻ കാർഡ് ഉടമകളെ ഒഴിവാക്കിയ ഈ നടപടി സബ്സിഡിയുള്ള റേഷൻ വിഹിതത്തിന് യോഗ്യതയുള്ളവരെ ഉറപ്പാക്കാനുള്ള വിപുലമായ നടപടിയാണ്. തെറ്റായി ഒഴിവാക്കപ്പെട്ടെന്ന് കരുതുന്നവർ ആവശ്യമായ രേഖകൾ സമർപ്പിച്ചാൽ മുൻഗണനാ വിഭാഗത്തിൽ തുടരാമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.